മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്ന് ഒരാൾക്ക് വലിയ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അവന് മുത്തുനബിയെ കാണാൻ കഴിയും. അതിന് ഏറ്റവും നല്ല മാർഗം സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുക. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയും. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഭാര്യയോട്, ഭർത്താവിനോട്, നാട്ടുകാരോട്, കുടുംബത്തിനോട്, എല്ലാത്തിനോടും ഉള്ള കടപ്പാടുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മുത്തുനബിയെ ഒരാൾ വിമർശിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഓന് മുത്തുനബിയെ കുറിച്ച് അറിയില്ല. അവന് മുത്തുനബിയെ കുറിച്ച് അറിയില്ല എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവര് പഠിക്കാൻ തയ്യാറാണ്. പഠനം പൂർത്തിയാകുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആരാന്നറിയാൻ പറ്റുള്ളൂ. കാരണം മുത്തുനബി പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനാണ്. പക്ഷെ എങ്കിലും നിങ്ങളിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ എനിക്കുണ്ട്. ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യാസമുള്ള ആളാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹയി കിട്ടിക്കൊണ്ടിരിക്കും. അത് നമുക്കില്ല. ഒരു ഡോക്ടർ മനുഷ്യനാണ്, ഒരു ഡോക്ടർ മനുഷ്യനല്ലേ, ഡോക്ടർ മനുഷ്യനെ. പക്ഷേ ഞാൻ ഡോക്ടറെ അടുത്ത് എന്ന് പറയാം, ഡോക്ടറെ നമ്മൾ രണ്ടാളൊക്കെ മനുഷ്യന്മാർ തന്നെയാണെന്ന് പറഞ്ഞ് മൂപ്പരെ കസേരി കയറി കുത്തണ്ട അങ്ങനെ ഉണ്ടാവും. നമ്മള് നല്ലൊരു പ്രൊഫസറെ അടുത്ത് ചെന്ന് മെഡിക്കൽ കോളേജിൽ നല്ല ഒരു പ്രൊഫസറെ കാണാൻ വേണ്ടി പോയി. മൂപ്പരോട് പറയും, ഞാൻ നിങ്ങളൊക്കെ മനുഷ്യൻ തന്നെയാണ്, ഞങ്ങളെ കാണാൻ ഒരു 100ാമത്തെ ക്യൂ നിന്ന് ഇല്ലെങ്കിൽ ടോക്കൺ എടുത്ത് നിന്നാണെങ്കിലും ഞാനും നിങ്ങളൊക്കെ ഒരേ മാതിരി തന്നെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടുന്ന് എണീറ്റാണ് ഞങ്ങളെ കസേരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ചങ്ങായിക്ക് സുഖമല്ല എന്നല്ലേ കണക്കാക്കുള്ളൂ. നേരെ ഒപ്പമുള്ള അവിടെയുള്ള സിസ്റ്റർമാര് പിടിച്ച് ഓനെ പുറത്താക്കും. കാരണം എന്താണ്? മനുഷ്യന്മാർ ഒരേ അല്ലാത്തത് കൊണ്ടാണോ? അല്ല, അവൻ ആരടുത്തേക്കാണ് വന്നതെന്ന് തിരിഞ്ഞില്ല എന്നതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ, അല്ലേ? അത്രേ പറയാൻ പറ്റുള്ളൂ. ആ തിരിയാതെ ഇപ്പൊ നിങ്ങളൊക്കെ വന്ന് ഇവിടെ കസാരയിലാണ് ഇരിക്കുന്നത്, നിങ്ങളാരും ഇങ്ങോട്ട് കയറിയില്ലല്ലോ. നിങ്ങളെല്ലാരും പറയാം, ഞങ്ങളെല്ലാരും സ്റ്റേജിൽ ഇരിക്കാറിനാല് നിങ്ങളെല്ലാരും പറയണെന്ത്, ഞങ്ങളൊക്കെ ഇവിടെ മുത്തുനബി മജ്ലിസ് വന്നാണ്, നമ്മളൊക്കെ ഒരേ മാതിരി തന്നെയാണ്, തങ്ങളും മോലേരും എല്ലാരും ഒരേ മാതിരി തന്നെയാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളെല്ലാരും സ്റ്റേജിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വന്ന ആളെ പിടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും? ഓനെ ബാഗ് കൊണ്ടിരുത്തും, അല്ലേ? അതെന്തുകൊണ്ടാണ്? ഓന് അറിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ധാരാളം ആളുകൾ അറിവില്ലാത്ത ആളുകളുണ്ട്. അറിവില്ലാത്ത ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെയാണ്. അറിവില്ലാത്ത ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ലൊരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നാം ഒരുമിച്ച് കൂടിയാൽ അവിടെ എന്തെങ്കിലും ഒക്കെ വിഷയങ്ങൾ ഇങ്ങനെ പറയും, അല്ലേ? ഇപ്പൊ നമ്മൾ ഉദാഹരണമായി ഒരു പള്ളി ഉഷാറാക്കണം, ഒരു മദ്രസ ഉഷാറാക്കണം, ഇതൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടിന് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യണം. ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട് ഒരു ടൗൺ, നമ്മുടെ വീട് പരിസരങ്ങളൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ. രാജ്യസ്നേഹം അത് ഈമാനിന്റെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് രാജ്യത്തിനോട് നമ്മള് ആ കടപ്പാട് നമ്മളെപ്പോഴും ഉണ്ടാവണം. എല്ലാവരെയും, ഏത് മതക്കാരനാണെങ്കിലും, ഏത് ജാതിയാണെങ്കിലും, ഏത് ഫുലാനാണെങ്കിലും അവരൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു നല്ല ഒരു മനസ്സുണ്ടാവണം. അത് അൽഹംദുലില്ലാഹ് ഈമാനിന്റെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് സുന്ദരമായ രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു നല്ല ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെ മുത്തുനബിയെ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ മുത്തുനബിയെ സ്നേഹിച്ചു എന്ന് പറയാൻ പാടുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന സുബ്ഹാനല്ലാഹ് എത്ര വലിയ വലിയ മജ്ലിസുകളുണ്ട്. അറബികൾക്കിടയിലുള്ള വലിയ മജ്ലിസുകളുണ്ട്. ഇതുപോലെയുള്ള സ്വലാത്തിന്റെ മജ്ലിസുകൾ ധാരാളമുണ്ട്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എല്ലാ ആഴ്ചകളിലും വലിയ മജ്ലിസുകൾ ഒരുമിച്ച് കൂടി സ്വലാത്ത് ചൊല്ലുന്ന അറബികളാകുന്ന ആളുകളുണ്ട്. ആ മജ്ലിസിൽ ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് ആ മജ്ലിസിലേക്ക് ഒരാൾ ഇങ്ങനെ കടന്നു വരുമ്പോ ആ കടന്നു വരുന്ന ഒരാളെ ആ അറബിയായ മനുഷ്യൻ കൈപിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിനെ ഒരു നല്ല ഒരു റൂമിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ഇവിടെ അപ്പൊ അതുകൊണ്ടാണ് വളണ്ടിയേഴ്സ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരാൾ വന്നാൽ നിൽക്കാൻ പാടില്ല. ഒരാൾ വന്നാൽ, ഈ മജ്ലിസിൽ വന്നാൽ മാക്സിമം നമ്മൾക്ക് അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ ഓനോട് ഇരിക്കുന്ന ആളെ പറയും, നിൽക്കുന്ന ആരെങ്കിലും പറയലുണ്ടോ? നിങ്ങൾ കുറച്ചേരം അവിടെ നിന്നോടി എന്നാരെയും പറയും.
ആരും പറയില്ല. നിങ്ങൾ വേഗം കൊണ്ടുപോയി ഓഫീസ് റൂമിൽ ഇരുത്തും. ചിലപ്പോ ഓഫീസ് റൂമിൽ നിന്നും അവന്റെ മാസ്റ്റർ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഇരുത്തും. അതൊന്നും കൂടി സ്നേഹം കൂടുമ്പോ ആദരിക്കണമെന്ന് തോന്നുമ്പോഴാണ് ഓൻ അങ്ങനെ തന്നെ കൊണ്ടിരിക്കും. ഞാൻ ഒരേ മനുഷ്യനാണ്, നമ്മൾ രണ്ടാളും ഒരേ കണ്ണും മൂക്കൊക്കെ ഉള്ള മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞ് ഓൻ അവിടെ പുറത്തിരുത്തുവോ? ഇല്ല. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് പലപ്പോഴും ചില അറബികളുടെ മജ്ലിസിൽ സാധുവായ ഞാൻ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന വലിയ സംഗതിയാണ് എത്ര വലിയ പണക്കാരനായ ഒരു അറബി, വലിയ പണക്കാരനാകുന്ന ഒരു അറബിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാ ആഴ്ചകളിലും സ്വലാത്തിന്റെ മജ്ലിസ് നടക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ 21ാം വാർഷികം നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. നമ്മളത്രേ ഉള്ളൂ. ഇവിടെ മാസം സ്വലാത്ത് നടക്കുമ്പോ കുറെ ആളുകൾ ഒരുമിച്ച് കൂടും, കുറെ ആളുകൾ ഒരുമിച്ച് കൂടൂല. എന്നാൽ ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും വലിയ ഹൽക്കകൾ ഒരുമിച്ച് കൂടുന്നു. ആ ഹൽക്കയിലേക്ക് വരുന്ന ആൾ, ഇയാൾ ഭയങ്കര പണമുള്ള ആളാണ്, ഭയങ്കര പൈസ ഉള്ള ഒരു അറബിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ മെയിൻ ഗേറ്റിന്റെ മുമ്പിൽ അദ്ദേഹം ഇരിക്കുക. ഒരാള് സ്വലാത്തിന് വേണ്ടി വന്നാൽ അദ്ദേഹത്തിനെ കൈ പിടിച്ചു കൊണ്ടുപോയിട്ട് ആ സ്വലാത്തിന്റെ മജ്ലിസിൽ കൊണ്ടുപോയിരുത്തി നല്ല ഈത്തപ്പഴം, അതുപോലെ തന്നെ നല്ല ഗാവ്യം കൊടുക്കും. നമ്മൾ തന്ന ഈത്തപ്പഴമൊന്നുമല്ല, നമ്മളെ ഈത്തപ്പഴമൊക്കെ എന്ന് പറഞ്ഞാൽ തെറുക്കളാമ്പി ഈത്തപ്പഴമാണ് അല്ലേ? അങ്ങനെയൊന്നുമല്ല, നല്ല അടിപൊളി നല്ല ഈത്തപ്പഴം 3 എണ്ണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് വയറ് നിറയും. അങ്ങനത്തെ നല്ല ഈത്തപ്പഴം. പണ്ട് ഉസ്താദ് വയത് പറഞ്ഞപ്പോ പറഞ്ഞിനല്ലോ 3 ഈത്തപ്പഴം തിന്നാ മതി. എപ്പോ? അത്തായത്തിനെ. പക്ഷെ ഞമ്മക്കിപ്പോ അങ്ങനെ തസൂറാക്കാൻ കഴിയില്ല. നമ്മള് 2.5 പ്ലേറ്റ് ചോറുന്ന നമ്മളോട് സുബ്ഹാനല്ലാഹ് ഈ 3 ഈത്തപ്പഴം നമ്മൾ ഈത്തപ്പഴം കണ്ടിട്ടില്ല എന്നതിനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈത്തപ്പഴം തന്നെ ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? ഈത്തപ്പഴത്തിനെ കുറിച്ച് നമുക്കറിയില്ല. ആ നല്ല ഈത്തപ്പഴം അദ്ദേഹം കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വലാത്തിന്റെ മജ്ലിസിൽ അദ്ദേഹം കൊടുക്കുന്നത് നല്ല ഒരു ജുസ് ഖുർആൻ ഓതാൻ കൊടുക്കും. എല്ലാവർക്കും ഒരു ജുസ് ഖുർആൻ ഓതും. ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ വന്ന ആളുകൾ ഉണ്ടാവും. ആ നേരത്തെ വന്ന ആളുകൾക്കൊക്കെ ഓരോ ജുസ് ഖുർആൻ കൊടുക്കും. അങ്ങനെ ഓരോ ജുസ് ഖുർആൻ കൊടുത്ത് എല്ലാ ആളുകളും ആ ഖുർആൻ ഇങ്ങനെ ഓതി തീരുമ്പോഴേക്കും ഈ അറബിയായ മനുഷ്യൻ അങ്ങനെ മജ്ലിസിലേക്ക് അദ്ദേഹം കടന്നു വരും. അദ്ദേഹത്തിന്റെ മോൻ അതിന്റെ മുമ്പ് നല്ല 2 ഗ്ലാസ് എല്ലാവർക്കും കൊടുക്കും. 2 ഗ്ലാസ് എല്ലാവർക്കും കൊടുക്കും. നല്ല ഭംഗിയുള്ള 2 ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് എല്ലാവർക്കും കൊടുക്കും 2 എണ്ണം. അപ്പൊ നമ്മൾ ആ മജ്ലിസിൽ ആദ്യം പോയപ്പോ ഞാൻ എന്റെ ഒപ്പമുള്ളവനോട് പറഞ്ഞ് ഇത് 1 ഈത്തപ്പഴം 1 ഗാവ്യം കിട്ടാനുള്ളത് ഈ കാര്യം നമുക്ക് ഭക്ഷണമാണല്ലോ വേഗം ഹാജറാകുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒപ്പമുള്ളവനോട് പറഞ്ഞു, നമുക്ക് നല്ല ഈത്തപ്പഴം ഗാവ്യം കിട്ടാനാണ് 2 ഗ്ലാസ് തന്നത്. നല്ല ഭംഗിയുള്ള സാധനമാണ്. ഇതിങ്ങനെ തന്നതിന് ശേഷം പിന്നീട് അവിടുത്തെ അറബിയായ മനുഷ്യൻ അദ്ദേഹം ഒരു കീസ് ഇങ്ങനെ പൊക്കി പിടിച്ചു കൊണ്ടുവരുന്നു. ഈ കീസ് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടുവരാൻ കീസിൽ എന്താണെന്നറിയില്ല, നല്ല ഭംഗിയുള്ള കീസാണ്. സുബ്ഹാനല്ലാഹ്, മനോഹരമാകുന്ന ഒരു കിറ്റ് ഇങ്ങനെ വരുന്നു. ആ കിറ്റിൽ നിന്ന് അദ്ദേഹം കയ്യിലിട്ടുകൊണ്ട് ആളുകൾക്ക് മുഴുവനും അൽഹംദുലില്ലാഹ് സ്വലാത്ത് ചൊല്ലാനുള്ള കല്ലുകൾ കൊടുക്കുന്നു. 4444 സ്വലാത്തുൻ നാരിയാണ് ആ മജ്ലിസിൽ ചൊല്ലുന്നത്. ഞാൻ മാത്രമല്ല സ്വലാത്തുകൾ ചൊല്ലുന്നത്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും സ്വലാത്തുകൾ നടത്തുന്നുണ്ട്. എല്ലാവരും സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. ഇതുപോലെ മജ്ലിസുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അൽഹംദുലില്ലാഹ് ഞങ്ങൾ 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഞങ്ങൾ ഈജിപ്ത് യാത്രയായിരുന്നു. മർക്കസിന്റെ കീഴിലായി അൽഹംദുലില്ലാഹ് ഈജിപ്ത് യാത്ര നടന്നപ്പോൾ അവിടെ കൈറോയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി ഇമാമിന്റെ അടുക്കൽ എത്താൻ 1000 കിലോമീറ്റർ ഓടണം. ഇവിടെ ആരെയും പോയാലുണ്ടോ? മിസ്റിൽ പോയ ആളുകളൊന്ന് കൈപ്പൊക്കട്ടെ. ഇവിടെ തിരുവനന്തപുരം തന്നെ പുള്ളി കണ്ടിട്ടില്ല എന്നുള്ള സിദ്ദീഖ് ഹാജി ആളുകള്. ഇപ്പൊ നിങ്ങള് മൂപ്പര് ഒരേമാതിരിയാണോ? നിങ്ങള് മൂപ്പര് ഒരേമാതിരിയല്ല. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലായില്ല. അപ്പൊ കേറി ഇരിക്കണില്ല, എന്തോ മാറ്റണ്ട്. അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം മിസ്റിൽ പോയപ്പോ ഈജിപ്തിൽ 1000 കിലോമീറ്ററോടെ ഷാദുൽ ഇമാമിന്റെ അടുക്കൽ അവിടെ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് ഓരോ ടീം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ മദ്ഹ് ചൊല്ലുന്നത് ഇങ്ങനെ കണ്ടപ്പോ നമ്മൾ ഇങ്ങനെ അന്തം വിട്ടുപോയി. ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാമിന്റെ അടുക്കൽ സിയാറത്ത് ചെയ്തു.
ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാമിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് ആളുകൾ മുഴുവനും സ്വലാത്തുകൾ ചൊല്ലി ആക്രമങ്ങനെ ചൊല്ലിയിട്ട് ആക്രമം ഞങ്ങൾ ഇങ്ങനെ ആക്രമണം ചെല്ലാൻ തുടങ്ങിയപ്പോ ഏതോ നാട്ടുകാര് ഏതോ കച്ചവടക്കാര് ഏതൊക്കെ ആളുകൾ മുഴുവൻ നമ്മളൊക്കെ ആക്രമം ചൊല്ലിയിട്ട് ഓലും നമ്മളെ കൂടെ. അപ്പൊ ഞമ്മക്ക് തോന്നുകയാണ് നമ്മള് മാത്രമേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മാത്രമേ പുകഴ്ത്തുന്നുള്ളൂ എന്ന് നമുക്ക് ചില ആളുകൾക്ക് തോന്നിപ്പോകും. ലോകത്തുള്ള എല്ലാ ആളുകളും സുബ്ഹാനല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയും അവിടുത്തെ ജീവിതം മനസ്സിൽ കൊണ്ടുവരികയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജ്‌ലിസിൽ ഇങ്ങനെ കടന്നാൽ ഈ അറബിയായ മനുഷ്യൻ സുബ്ഹാനല്ലാഹ് എല്ലാ ആളുകൾക്കും സ്വലാത്ത് ചൊല്ലാനുള്ള കല്ല് കൊടുക്കുകയാണ്. അപ്പോ കല്ല് ഏത് കല്ല? നമ്മളെ നാട്ടില് സാധാരണഗതിയിൽ സ്വലാത്തിന് എണ്ണം പിടിക്കാൻ വേണ്ടി പല കല്ലും കൊടുക്കാറുണ്ട്. ചിലപ്പോ മഞ്ചാടി കുരു കൊടുക്കും അല്ലെ, ഇല്ലെങ്കിൽ പയറ്റിന്റെ കുരു കൊടുക്കും. മലപ്പുറം ജില്ലയില്ല ഞാൻ പറയണ്ട, നിങ്ങൾ എന്താ അറിയില്ല. അങ്ങനെ കല്ല് കിട്ടാനും പണിയാ. അപ്പൊ അതുകൊണ്ട് പല സംഗതിയും ഉണ്ടാവും അല്ലെ. അജ്മീറിൽ ചെന്നാൽ നമുക്ക് നല്ല ഈത്തപ്പഴത്തിന്റെ കുരുവാണ് അത് ഇങ്ങനെ കൊടുക്കുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ സ്വലാത്തെല്ലാം ഷാഫി പള്ളി ചെന്നാൽ സ്വലാത്തെല്ലാം ഒരാൾ ദിക്റെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ സഫായി ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഇദ്ദേഹം നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള മോതിരക്കല്ലാണ് അദ്ദേഹം സ്വലാത്ത് ചെല്ലാൻ വേണ്ടി കൊടുക്കുന്നത്. 50 റിയാലും 100 റിയാലും 200 റിയാലും ഒക്കെ വിലപിടിപ്പുള്ള നല്ല സുന്ദരമാകുന്ന മോതിരക്കല്ല് കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മഞ്ചാടിക്കുരു കൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ പറ്റൂല, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്വലാത്ത് ചൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു തസ്ബീഹുണ്ട്, അതുകൊണ്ടൊന്നും സ്വലാത്ത് എല്ലാം പറ്റൂല എന്നാ മൂപ്പര് പറയണം. നമ്മളൊക്കെ ഉണ്ടല്ലോ ഒരു മാല നമ്മളൊക്കെ ഉണ്ടാവും. ആ മാല ലൈറ്റ് ഇങ്ങനെ ഓഫാക്കിയാല് ഇങ്ങനെ ചെറിയൊരു കത്തലൊക്കെ ഉണ്ടാവും, ലൈറ്റൊക്കെ കത്തും. ഏറ്റവും വില കുറഞ്ഞ സാധനമാണ്. ഒരാളെ ഹജ്ജിന് ഉംറക്കൊക്കെ പോയി വരുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? അത് കരുതിയിട്ട് എന്ത് ചെയ്യും, ഒരു ഡസന് 18 റിയാലില് 12 റിയാൽ വരുന്ന ഒരു തസ്ബീഹുമാല കൊണ്ടുവരും. അതൊന്നും തസ്ബീഹുമാല നല്ലതല്ല. അദ്ദേഹം പറയുന്നു, വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സ്വലാത്ത് എല്ലാം പാടുള്ളൂ. ഇല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ വിഷയത്തിൽ ബഹുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള മാല കൊണ്ട് കല്ല് കൊണ്ടാണ് സ്വലാത്ത് എല്ലാം പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം നല്ല വിലപിടിപ്പുള്ള മോതിരക്കല്ല് കൊടുക്കുന്നത്. ആ മോതിരക്കല്ല് ഇങ്ങനെ കണ്ടാൽ നമ്മളിങ്ങനെ കരുതും, അൽഹംദുലില്ലാ അത് കിട്ടിയാല് നമുക്ക് ഇങ്ങനെ എന്താകായിരുന്നു, നമുക്ക് നല്ലൊരു മോതിരം ഉണ്ടാക്കായിരുന്നു. കാരണം ഇയാൾ ഇങ്ങനെ 4444 ഈ സ്വലാത്തിന്റെ കല്ലുകൾ താഴെ പിടിക്കുന്നില്ല, അദ്ദേഹം പൊക്കി പിടിക്കുന്നു. കാരണം എന്ത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ എണ്ണം പിടിക്കുന്ന കല്ലുകളാണ്. ആ കല്ലുകളെ താഴ്ത്തി പിടിക്കാൻ പാടില്ല, അതുകൊണ്ട് പൊക്കി പിടിക്കുന്നു. അത്ര ഇവിടുത്തെ ആദരവ്. ഇവിടെ നിന്ന് ഇരുന്ന് സ്വലാത്ത് എല്ലാം പറ്റില്ല, മൂപ്പര കണ്ടീഷനല്ലേ ഇതൊക്കെ. ഇവിടെ നിന്ന് സ്വലാത്തിന് ആദരവ് കേടാണ്. ഏറ്റവും നല്ല വിലപിടിപ്പുള്ള കാർപ്പറ്റ് അദ്ദേഹത്തിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസിലുണ്ട്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ ബെഡ്റൂമിലുള്ള ബെഡ്ഷീറ്റിനെ കാട്ടിലും ഇല്ലെങ്കിൽ കാർപ്പറ്റിനെ കാട്ടിലും ഏറ്റവും വിലപിടിപ്പുള്ള കാർപ്പറ്റ് ഉള്ളത് സ്വലാത്തിന്റെ മജ്‌ലിസിലാണ്. സ്വലാത്ത് ചൊല്ലാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ വിലപിടിപ്പുള്ള കല്ലുകളാണ്. സ്വലാത്തിന്റെ മജ്‌ലിസിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഈത്തപ്പഴം നല്ല വിലപിടിപ്പുള്ള ഈത്തപ്പഴമാണ്. നല്ല വെള്ളം കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് സ്വലാത്ത് കഴിഞ്ഞു പോകുമ്പോ സ്വലാത്തിന്റെ മജ്‌ലിസിൽ നിന്ന് തബറുക്കിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു. ആ തബറുക്കിന് കൊടുക്കുന്ന ഭക്ഷണം കോഴിയോ പോത്തോ അല്ല, ഏറ്റവും ചുരുങ്ങിയത് ആടോ ഇല്ലെങ്കിൽ ഒട്ടകമോ വേണമെന്ന്. ആടോ ഒട്ടകോ കൊടുക്കണം എന്നാ ഇവിടെ ബസ്സനുണ്ടോ? എന്താണ് ആ പോത്ത്? ഞങ്ങൾ മെല്ലെ പറയാ പോത്താണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, പോത്ത് കൊടുക്കാൻ പറ്റൂല. പുയ്യാപ്പള വിരുന്ന് വരുമ്പോഴും പോത്ത് കൊടുക്കുന്നു, കോഴി കൊടുക്കുന്നു. മുത്തുനബിന്റെ മജ്‌ലിസിലും പോത്ത് കൊടുത്താൽ ആ വിഷയത്തിൽ മുത്തുനബിയെ ആദരവ് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഒട്ടകമോ ആടോ കൊടുക്കണം. ഞമ്മക്ക് പിന്നെ അവിടെ കിട്ടണ ആടേ കിട്ടുള്ളൂ, ഒട്ടകം ആണം കരുതിയാൽ കിട്ടും, അത് വേറെ പ്രശ്നം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും വ്യത്യസ്തമാവണം. ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളെ വീടുകളിൽ ഏറ്റവും നല്ല റൂമുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ഉള്ളത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. നല്ല 2 ക്ലോസറ്റുകൾ ഉള്ളത് ബാത്റൂം നമ്മുടെ അറ്റാച്ച്ഡ് ഉള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ളത് മാസ്റ്റർ ബെഡ്റൂമിലുള്ളതാണ്. എന്നാൽ മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള
കാർപ്പറ്റ് ഇട്ടതും സോഫ ഇട്ടതും സ്വലാത്തിന് ഉപയോഗിക്കാനിരിക്കുന്ന കല്ലുകൾ കൊടുക്കുന്നതും എല്ലാം അൽഹംദുലില്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്‌ലിസിലാണ്. അപ്പം 21 കൊല്ലമായി നടക്കുന്ന ഈ സ്വലാത്ത് മജ്‌ലിസിന്റെ പവർ എത്രയാണ് കണ്ടോ. സ്വലാത്തിന്റെ കല്ല് തന്നെ എത്ര വില പിടിപ്പിൽ കല്ലുണ്ട്. ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നല്ലൊരു തസ്ബീഹ്മാല വാങ്ങട്ടെ എന്ന് കരുതി. തസ്ബീഹ്മാല വാങ്ങട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു തസ്ബീഹ്മാല മാത്രം വെക്കുന്ന ഒരു കടയിൽ കയറിയിട്ട് അസ്സലാമു അലൈക്കും യാ മുഹമ്മദ് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഒരു നല്ല അടിപൊളി തസ്ബീഹ്മാല വേണം. അവ മൂപ്പര് ഇങ്ങനെ എടുത്തു കൊടുത്ത് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് 1,00,000 റിയാല. 1,00,000 റിയാലിന്റെ തസ്ബീഹ്മാല. സുബ്ഹാന ജല മണ്ടായ എവിടേക്കും പോയി നോക്കണ്ടേ അല്ലേ. ഏറ്റവും മുന്തി വരുന്ന 1,00,000 എന്ന് പറയുമ്പോ എത്രയായി? 20 ലക്ഷം ഉറുപ്പിയായി. 1,00,000 റിയാൽ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം ഉറുപ്പികയായി. നമ്മളെ നാട്ടിൽ കൂട്ടിയാ തിരുവനന്തപുരത്ത് കൂട്ടിയാ അത്ര പൈസയാവും. സുബ്ഹാന 20 ലക്ഷം ഉറുപ്പിയൊക്കെ നമ്മൾ തസ്ബീഹ്മാല വാങ്ങുമോ? എവിടെ നമ്മൾ വാങ്ങണേ? വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഒരു തിരുവനന്തപുരം ടൗണിൽ ഒരു സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അത് വാങ്ങാൻ നോക്കും. അപ്പൊ ആ സ്നേഹത്തിനോടും അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കാനും വലിയ താല്പര്യമുണ്ട്. അദ്ദേഹം പറയുന്നു നല്ല വില പിടിപ്പുള്ള തസ്ബീഹ്മാല. പിന്നെ ഞാൻ ചോദിച്ചു അൽ അർഖസ് മിൻ എന്തൊക്കെയാ മുഹമ്മദ്, ഏറ്റവും വില കുറഞ്ഞത് ഏതാന്ന് ചോദിച്ചപ്പോൾ 400 റിയാല. 400 റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 ഉറുപ്പിയായി. പിന്നെ അവിടുന്ന് പോകല്ല 10,000 ഉറുപ്പിക തസ്ബീഹ്മാല വാങ്ങും. ഇപ്പൊ എന്റെ കയ്യിലൊരു തസ്ബീഹ്മാല ഉണ്ട്. ആ തസ്ബീഹ്മാല നിങ്ങൾ കണ്ട് അൽഹംദുലില്ലാഹ് കേട്ടോ. ഈ തസ്ബീഹ്മാലക്ക് 85,000 രൂപ വിലയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഏതായാലും ഉണ്ടാവില്ല എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് എന്തായാലും പൊന്തിക്കാം അല്ലേ. നിങ്ങളെ കയ്യിൽ ഇപ്പൊ എന്തായാലും ഉണ്ടാവില്ലെന്ന് ഉറപ്പാ. 85,000 റുപ്യാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതിന് പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും. അത്രയും വില പിടിപ്പുള്ള സാധനമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും വില പിടിപ്പുള്ള വസ്തു കൊണ്ടേ സ്വലാത്ത് എല്ലാം പറ്റുകയുള്ളൂ. അത് തിരിയാത്ത ആളുകൾ പറയും മുത്തുനബി സാധാരണ മനുഷ്യനാണ്, അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറയും. അത് വിവരമില്ലാത്ത ആളുകളാണ്. അവർക്ക് പഠിക്കണം, അവർ പഠിക്കാൻ തയ്യാറാകണം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുന്നു. എന്നിട്ട് എല്ലാ ആളുകൾക്കും സുബ്ഹാനല്ലാഹ് ഒരു ക്ലാസ്സിലേക്ക് ഇങ്ങനെ ഈ കല്ല് ഇങ്ങനെ വാരി കൊടുത്തു. എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത്. അപ്പൊ ഈ കീസിൽ നിറച്ച് 4,454 ആര്യ സ്വലാത്ത് കറക്റ്റാ. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വാരി കൊടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒപ്പുള്ളവനോട്, മക്കളെ ഈത്തപ്പഴത്തിനുള്ള ചാൻസ് നഷ്ടപ്പെട്ടിരിക്കണ്. ഇനി ഗാവ പ്രതീക്ഷിക്കാം, കാരണം 2 ക്ലാസ് ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ അൽഹംദുലില്ലാഹ് ആ അറബിയായ മനുഷ്യൻ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വരുന്നു. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ബഹുമാനപ്പെട്ടവരങ്ങ് പറഞ്ഞു. അതങ്ങ് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് എല്ലാവരും നാരിയ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. എല്ലാവരും ചൊല്ലട്ടെ ഒരു വട്ടം നാരിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലദീ തൻഹല്ലു ബിഹിൽ ലുഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്വാ ബിൽ ഹവായിജ് വതുനാലി ബിർ റഗായിബ് വഹസ്നുൽ ഖവാതിം വയസ്തസ്കൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. സ്വലാത്ത് അങ്ങ് ചെല്ലിയപ്പം പിന്നെ എന്തായി? ഈ ഒരു ഗ്ലാസ്സിൽ എന്താ ഉള്ളത്? ചൊല്ലാനുള്ള കല്ലാണ്. അതിൽ നിന്ന് ഒരു കല്ലെടുത്ത് നമ്മൾ ഈത്തപ്പഴത്തിന്റെ ചാൻസ് നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഗാവ കുടിക്കാനുള്ള ഒരു ഗ്ലാസ് ഉണ്ട്, അതിലേക്ക് ചൊല്ലിയ കല്ല് ബിസ്മില്ലാഹ്. അപ്പൊ ഈത്തപ്പഴത്തിന്റെ നഷ്ടപ്പെട്ടു, കുടിക്കാനുള്ള നഷ്ടപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നു സ്വലാത്ത് ചെല്ലാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ സാധാരണ നിലത്ത് വെക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് മനോഹരമായ കല്ല്, മനോഹരമായ ഗ്ലാസ്സിൽ ഇടുന്നത്. ചൊല്ലിയ കല്ലുകൾ ഇടാൻ വേറെ ഒരു ഗ്ലാസും കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ മിഹ്റാബിലേക്ക് ചൊല്ലിയ സ്വലാത്ത് തസ്ബീഹ്മാല ഒരൊറ്റേറ. 4ാമത്തെ സഫാണെങ്കിൽ 1ാമത്തെ സഫിലേക്ക് ഒരൊറ്റേറ തസ്ബീഹ്മാല. അങ്ങനെ എറിയാൻ പാടില്ല. കാരണം
കാരണം അതുവരെ ചൊല്ലിയതെന്ത്? അതുവരെ അതിമ ചൊല്ലിയത് സ്വലാത്താണ്. അങ്ങനെ എറിയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവ് കേടാണ്. ആദരവാണ് പ്രത്യേകം, ആദരവാണ് പ്രത്യേകം. ഈ സ്വലാത്തിന്റെ മജ്‌ലിസിനോട് ആദരവുണ്ട്. 21 വർഷത്തോളമായി അൽഹംദുലില്ലാഹ് ഇവിടെ നടന്നു പോരുന്ന സ്വലാത്തിന്റെ മജ്‌ലിസ് അന്ന് തുടക്കത്തിൽ 21 വർഷം മുമ്പ് ചൊല്ലിയിരുന്ന ആളുകൾ ഇന്ന് നമ്മളോട് കൂടിയില്ല. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ.